മുകുന്ദന്റെ സ്വപ്നം നിറവേറണമെന്നാ ഗിരിയേട്ടൻ ആഗ്രഹിച്ചത്. സ്വന്തം ആവശ്യത്തെക്കാളും കൂടുതൽ മുകുന്ദന്റെ സ്വപ്നങ്ങൾക്കാ ഗിരിയേട്ടൻ വില കൊടുത്തത്. ഗിരിയേട്ടന് ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ അത്രമാത്രം വെറുക്കരുത്. മനസ്സിൽ വെറുപ്പ് മാത്രം ഉണ്ടായാ അത് നമ്മളെ അന്ധരാക്കും. ആ അവസ്ഥയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പോലും കഴിയില്ല. മഹിമയ്ക്ക് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചതുകൊണ്ടാ സ്വപ്നയ്ക്ക് അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. വീണ്ടും തുടങ്ങി. സ്വന്തം അനിയത്തി പറയുന്നതിനേക്കാൾ വലുതാണോ തനിക്ക് ആ സ്വപ്നം അറിയുന്നത്? കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് സ്വപ്ന നാടകം കളിക്കുന്നതിന് കുറെ മുമ്പ് മുതൽ അവള് പ്രഗ്നന്റ് അല്ലാന്ന് എനിക്കും അമ്മയ്ക്കും അറിയായിരുന്നു. എന്നിട്ടെന്താ മഹിമ അത് എന്നോട് പറയാത്തെ? സ്വപ്നയ്ക്കെതിരെ ഇങ്ങനെ ഒരു വിവരം കിട്ടിയാ മഹിമ മിണ്ടാതിരിക്കൊന്നുമില്ല. അവൾക്ക് ഗോപാലിന് പണി കൊടുക്കാൻ ആ വീട്ടില് അവളുടെ ഒരാൾ വേണമായിരുന്നു. അതിനായി സ്വപ്നം ഉപയോഗിക്കാൻ അവൾ തീരുമാനിച്ചു. അത് തെറ്റായ ഒരു തീരുമാനമായിരുന്നെന്ന് ഞാൻ പലവട്ടം അവളോട് പറഞ്ഞത് അവൾ കേട്ടില്ല. അതുകൊണ്ടാ അവള് പ്രശ്നത്തിലൊക്കെ ചെന്ന് ചാടിയത്. എന്താ ഇപ്പോഴും ഞാൻ പറയുന്നൊന്നും വിശ്വാസം വരുന്നില്ലേ? എന്റെ സ്ഥാനത്തുനിന്നൊന്ന് ചിന്തിച്ചു നോക്കു മുകുന്ദ. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? പറ്റില്ലെങ്കിൽ വേണ്ടെന്നേ. എപ്പോഴെങ്കിലും സത്യം മനസ്സിലാക്കുമ്പോ മഹിമയെ സംശയിച്ചതിന് താൻ ഒരുപാട് ദുഃഖിക്കും. നീ കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. കാര്യങ്ങൾ നയത്തിൽ ഞാൻ സംസാരിച്ചോളാം, കേട്ടോ? മോളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്.